ഇതന്നെ അമ്മ മീൻ വല്ലതും വേറെ ഇരിപ്പുണ്ട് എന്നെ വാഴയിലെടുത്ത് വെച്ചേക്കുന്നേ. വാഴയിലയോ? പൊതിച്ചോറ് കിട്ടിയാലോ രാത്രി? പിന്നെ ഇന്ന് രാത്രി നമുക്ക് 5 പൊറോട്ട ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടൊരു ഐറ്റം ഉണ്ടാക്കാം. അതെ, വെറൈറ്റി കൊത്തു പൊറോട്ട ആയിരിക്കും. ഏകദേശം അതെ, വെറൈറ്റി. അപ്പൊ ഇന്നും എന്തോ തട്ടിക്കൂട്ട് വെറൈറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്നറിയോ, ഇതാകുമ്പോ വേറെ പ്രത്യേകിച്ച് കറി ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ നമ്മളിനി എന്തെങ്കിലും കറി വെക്കണമല്ലോ. അതിലും നല്ലത് വാഴയിലക്കകത്ത് എന്തുണ്ടാക്കി വെച്ചാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. ഒരു വാഴയിലയുടെ വാട്ടിയതും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി അടിപൊളി ഒരു ഡിഷാക്കാം. സവോള അരിയണം. ഈ പച്ചമുളകിന് എരിവില്ലല്ലോ ഇന്നലെ പറിച്ചതിന്. അപ്പൊ നമുക്ക് 2 എരിവുള്ള പച്ചമുളകും കൂടെ എടുക്കാം. ഒരു ക്യാപ്സിക്കം കൂടെ എടുക്കട്ടെ. എല്ലാം സെറ്റ് ആക്കി എടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ. കുറച്ച് മതി കേട്ടോ എണ്ണ. ഇനി അത് വഴറ്റിയെടുക്കാം. വഴറ്റാന്ന് വെച്ചാൽ സവോളയും പച്ചമുളകും ഇട്ടു. എണ്ണ ചൂടായി കാണും. ചട്ടി ചൂടായിരുന്നു. സവോള ഇടൂ. പിന്നെ എണ്ണ ഇടണ്ടേ? സവോള ഇടൂ, പച്ചമുളക് ഇടൂ. അതെല്ലാം ഇട്ടോ. ഇട്ടാലും കുഴപ്പമില്ല. തട്ടിക്കൂട്ടിക്കോ. നമുക്കേ നമ്മുടെ പൊറോട്ട ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. അതിന്റെ ഇടയിൽ കൂടെ പോകുന്നില്ല കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ പോത്തില്ല. എന്നതാ? അല്ല, പൊറോട്ടയെ. അതെനിക്കറിയാം പോവുകയല്ലെന്ന്. എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. എന്നാ കുഞ്ഞിന്ന് വെയിൽ തെളിഞ്ഞിട്ടൊരു ഉത്സാഹമില്ലാത്ത കുഞ്ഞല്ലേ വെയിൽ തെളിയുന്നത് നോക്കിയിരുന്നത്. അത് രാവിലെ അല്ലേ, ഇപ്പൊ രാത്രിയായില്ലേ. എന്നും മഴയാന്ന് പറഞ്ഞോണ്ട് കുഞ്ഞിക്ക് വലിയ പരാതിയല്ലായിരുന്നോ? ഇല ഞാൻ വാട്ടിയായിരുന്നേ. നമുക്ക് ഇതിന്റെ നടുക്കത്തെ ഈ കട്ടിയുള്ള ഭാഗം ഒന്ന്, ദൈവമേ, ഇല 2ആയിട്ട് കയറി പോവോ. അങ്ങനെ ഒരു പേടി ഇല്ലാതില്ല. പോത്തില്ലായിരിക്കും. കീറിയില്ലോ? ഇല്ലേ? കീറിയില്ല. വാഴയില എല്ലാം ഉണ്ടല്ലോ, മഴ പെയ്ത് കാറ്റൊക്കെ അടിച്ചതുകൊണ്ട് കീറി നിൽക്കുവാണേ. ഞാൻ എത്ര വാഴ പോയി നോക്കിയിട്ടാന്നറിയോ കീറാത്ത ഇല കിട്ടിയത്. അപ്പൊ പിന്നെ നമ്മളതിനെ കീറിക്കളഞ്ഞാൽ അതെ. നമുക്കിതിനകത്തോട്ടേ മുട്ട പൊട്ടിച്ചൊഴിക്കാവേ. മുട്ട വേണ്ടായിരുന്നല്ലോ അവന്? വേണം. നമുക്കിതിനകത്തോട്ട് പൊറോട്ട ഇട്ട് കൊടുക്കാം. മുട്ട ചിക്കിയതിൻ്റെ അകത്തോട്ട് പൊറോട്ട. മുട്ട ചിക്കിയതിനകത്തോട്ട് ഇട്ട് കൊടുത്തോ. പൊറോട്ട മുഴുവനായിട്ട് ഇട്ട് കൊടുക്കും. 5 പൊറോട്ടയല്ലേ? 5 എണ്ണം ഉണ്ടായിരുന്നു. നമ്മുടെ വാഴയില വാട്ടിയെടുത്തതിലോട്ടെ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാവേ. അതെന്തിനാ വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുന്നത്? ഈ വാടിയ വാഴയിലയില് വെളിച്ചെണ്ണയും കൂടെ ചേരുമ്പോൾ ഒരു നല്ല മണവും ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരും. അതിനാണോ? അതിന് നമുക്ക് ഇതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. ഇതിലോട്ടിട്ടോളൂ. നമ്മുടെ വെളിച്ചെണ്ണ വരട്ടിയ വാഴയിലയിലേക്ക് ഇങ്ങനെ ഇട്ടേ. ഇതിൽ പൊതിയാൻ പറ്റത്തുള്ളൂ. പൊതിയാക്കിയിട്ടൊരു 10 മിനിറ്റ് വെക്കാം. അപ്പൊ ആ വാഴയിലയുടെ ടേസ്റ്റ് എല്ലാം കൂടെ അതിലോട്ട് ഇറങ്ങി വരും. നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടിവെച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ അല്ലേ ടേസ്റ്റ് വരുള്ളൂ. അതിനാണോ? അതുപോലെ നമുക്ക് പൊതിയാക്കി വെക്കാവേ. ഞാനത് പൊതിയുമ്പോൾ ആയിക്കോളും. കിട്ടാറായോ? കെട്ടിക്കൊടുത്തേക്കാല്ലേ. ഇത് കെട്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം, നമുക്ക് ഈ വാഴയില തൊട്ട് നോക്കുമ്പം ഇതിന്റെ ചൂടറിയാലോ. അപ്പൊ ചൂടാറിപ്പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കഴിക്കണം. കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ആറിപ്പോവലായിരിക്കും.
എന്നാലും ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇരിക്കട്ടെ. ആ വാഴയില അങ്ങ് വാടി അതിന്റെ ടേസ്റ്റ് അതിലോട്ട് ഇറങ്ങട്ടെ. അവിടെ ഇരിക്കട്ടെ. ഇതെന്നാ സംഭവം പറഞ്ഞേ? പൊതി പൊറോട്ട, പൊതിച്ചോറെന്ന് പറയല്ലേ? പൊതി കെട്ടി വെച്ചേക്കുന്നത് എന്നാ സംഭവം? ചൂടുപോയോ? ഇല്ലല്ലേ? ഉണ്ടോ വാഴയിലയുടെ മണം? ഇത് നമ്മൾ മറ്റേ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പം ചോറ് പൊതിഞ്ഞ് കെട്ടി തരുമായിരുന്നു. ചോറല്ലെന്ന് മാത്രമേ ഉള്ളൂ. വാഴയിലക്കകത്തുള്ള ഒരു ഫ്ലേവർ ഉണ്ട്. നമ്മളെ നല്ല ടേസ്റ്റാ. ചോറ് പൊതി കെട്ടുമ്പം ചുമ്മാ ചൂട് ചോറ് ഇടുവല്ലേ ഉള്ളായിരുന്നു. ഇത് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് വാഴയിലല്ലേ, അന്നേരം നല്ലൊരു വേറൊരു മണമല്ലേ വന്നേ. നല്ല അടിപൊളി ഒരു ഫ്ലേവറാ. ഈ ചോറ് പൊതി കെട്ടുമ്പോ പൊറോട്ട ആയതുകൊണ്ടാന്ന് തോന്നുന്നു വാരി വാരി എല്ലാം നിരത്തിയിരുന്നു. ചൂട് കൂട്ടി വെക്കണം, ചൂട് പോകരുത്. കഴിച്ചു നോക്കി. നല്ല സൂപ്പറാ കേട്ടോ. അല്ലേ? അത് ഇലയുടെ ഒരു ചോറ് നല്ല നല്ല നമ്മളെ എടുത്ത വെളിച്ചെണ്ണല്ലേ ചോദിച്ചേ? അല്ലേ? നല്ല വെളിച്ചെണ്ണ നല്ലപോലെ വെളിച്ചെണ്ണ കയറുന്നുണ്ട്. ഇന്ന് വെന്ത വെളിച്ചെണ്ണ അകത്ത് കഴിക്കാൻ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആന്റി ഓക്സിഡന്റുകൾ ഉണ്ടാകുന്നു പറഞ്ഞു. രാവിലെ എല്ലാവരും ഒരു 1/2 ടീസ്പൂൺ വെച്ച് കഴിച്ചു. നെയ്യ് ഒഴിച്ച് കഴിക്കല്ലേ? നമ്മൾ ആ വെന്ത വെളിച്ചെണ്ണ എടുത്ത് തേങ്ങയുടെ പീര ഉണ്ടല്ലോ, അത് നല്ലപോലെ ഉണങ്ങി വന്നായിരുന്നു. അത് നമ്മൾ അരച്ചിട്ട് കറിക്കെല്ലാം ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാ. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോ അതിന്റെ പീര തന്നെ ആയിട്ട് കിടക്കുമല്ലേ, അത് കക്കനായിട്ട് വരുന്നല്ലേ? നമ്മള് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കറിയില്ലേ, ആ ടേസ്റ്റാ. പുതിയ പുതിയ ഈ പരിപാടികൾ തുടങ്ങിയ പിന്നെ അല്ല, അതാ പറഞ്ഞേ, ഓരോരോ പരിപാടികൾ തുടങ്ങിയ പിന്നെ ഇപ്പം പുതിയ പുതിയ ഐറ്റംസ് എല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലേ. പക്ഷെ ഇത് വെളിച്ചെണ്ണ ആക്കി എടുക്കണമെങ്കിൽ കുറെ സമയം വേണം. ഇളക്കി 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 അതില്ലേ ഇത്രയും വില. തേങ്ങ മേടിക്കണം, പിന്നെ അതിന്റെ ചെരണ്ടണം, അത് പാല് പിഴിയണം, പിന്നെ അത് പിഴിഞ്ഞെടുത്ത് അടുപ്പ വെച്ചത് എത്ര നല്ല നേരം ഇളക്കിയാലേ ഇത് പറ്റി വരും. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര നല്ല മണോ, നല്ല രുചിയാ. തൊള്ളി കഴിച്ചാൽ മതി എല്ലാത്തിനും. ഈ വെളിച്ചെണ്ണ ഈ നമ്മൾ ഈ വെന്ത് എടുക്കുന്ന വെളിച്ചെണ്ണ കുഞ്ഞു പിള്ളേർക്ക് ചോറ് കൊടുക്കാനും അവരുടെ മേത്ത് തേപ്പിക്കാനും ഒക്കെ നല്ല സൂപ്പറാ. നല്ല ചൂട് ചോറിനകത്തോട്ട് ഇതേലെ ഒരു 5-6 തുള്ളി ഒഴിച്ച് ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇടും. നിന്നെയൊക്കെ അങ്ങനെ തീറ്റതാ ഇഷ്ടം പോലെ. അമ്മച്ചി ഞങ്ങളെ എല്ലാരെയും അങ്ങനെ ഉണ്ടാക്കി തന്ന്, കുഞ്ഞു പിള്ളേരെ ഉണ്ടാക്കി തന്ന് അങ്ങനെയാ ഞങ്ങൾ തിന്നെ. അപ്പം അത് നമുക്കറിയാലോ. എന്നാണെങ്കിലും പൊറോട്ടയും മുട്ടയും കിട്ടിയതുകൊണ്ട് രണ്ടുപേർക്കും ഒരു മിണ്ടാട്ടമില്ല, സമയമില്ല. അവർക്ക് മിണ്ടാൻ സമയമില്ല, കുഞ്ഞിക്ക് ഒട്ടുമില്ല. പരിപ്പ് ചാറുണ്ടായിരുന്നു, വേണോ ഉച്ചക്കത്തെ? ചപ്പാത്തിയും പരിപ്പ് ചാറും നല്ലതാടാ. ചപ്പാത്തിയുടെ ചേട്ടനാണല്ലോ പൊറോട്ട. ചേട്ടനാണോ അനിയനാണോ നമ്മളെങ്ങനെ അറിയുന്നല്ലേ? ചപ്പാത്തി ഒരു കാര്യമുണ്ട്, ഗോതമ്പ് പൊടിയാ. പൊറോട്ട മാവാ. ഗോതമ്പ് തമ്മിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. രാവിലെ പോയിട്ട് ഇത്രയും നേരം താമസിച്ച് അതൊരു നീണ്ട കഥയാണ്. എന്തോ കഴിച്ച ലക്ഷണമുണ്ടേ. കഴിച്ചില്ല. കഴിച്ച എപ്പോഴാണെന്നറിയാമോ? രാവിലെ ഇവിടെ നിന്ന് കാപ്പ് കുടിച്ചിട്ട് പോയില്ലേ, ഞാനും അവനും കൂടെ ആജിയും കൂടെ വന്ന് കഴിച്ചിട്ട് പോയില്ലേ. എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട്. രാവിലെ ഇവിടെ വന്ന് കാപ്പ് കുടിച്ച ആള്. അങ്ങനെ ഒന്നും എനിക്ക് സമാധാനം തന്നിട്ടില്ല. അവിടെ റിസോർട്ട് പണിയുന്നില്ലേ, അവിടെ മഴയായിരുന്നുകൊണ്ട് സാധനമൊന്നും കയറുന്നില്ല. മഴ ഇന്നും ഇന്നലെ ആയിട്ടില്ല മഴയെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും അവിടെ സാധനം കയറണമെന്നും പറഞ്ഞിട്ട് ഹിറ്റാച്ചി വിളിച്ച് മണ്ണെല്ലാം മാറ്റി, അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പിക്കപ്പ് വിളിച്ച് സാധനമെല്ലാം ഇപ്പം തീർന്നിട്ടില്ല. രാത്രി 10 മണിക്ക് ആയപ്പോഴും തീർന്നിട്ടില്ല. ഇനി ഒരു 5 രൂപ അടിച്ചാലേ തീരത്തുള്ളൂ. ഞാൻ ഒരു തരത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകും. അവിടുന്ന് മണ്ണടിക്കുവാണോ അതോ? ഇല്ലെന്നേ, അവിടെ ബിൽഡിങ് പണിയാനുള്ള മെറ്റീരിയൽ മിറ്റില് കയറ്റിയിടാനോ? മിറ്റിലും എംസാൻഡും എല്ലാം കയറ്റിയിട്ടുകൊണ്ടിരിക്കുക.
ഒരു തരത്തിൽ അവിടെ നിന്ന് കൂടി രക്ഷപ്പെട്ട 4-5 മണിയായി ഞങ്ങൾ രണ്ടുപേരും ചോറുണ്ട് അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കഴിച്ചു. അപ്പം അടിപൊളി സാധനമായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.